ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ബ്ലൗസിലാണ് വർക്ക് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്ലൗസ് ഞാൻ നേരത്തെ ഒന്ന് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ബ്ലൗസാണ് ഇത്. അപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്ന വർക്ക് വേറെയാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഈ ഒരു ഒറ്റ ഫ്രെയിമിൽ, അതായത് ഒരു എന്താ പറയുക, ഒരേ സമയത്ത് തന്നെ ഞാൻ ബാക്ക് നെക്കും അതേപോലെ തന്നെ ഫ്രണ്ട് നെക്ക് ഞാൻ ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഇതാ കണ്ടില്ലേ, ഈ ഒരു നെക്ക് ഫുള്ളും ഞാൻ നമ്മുടെ ആരി ഫ്രെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇതുപോലെ മെഷീൻ ത്രെഡ് 2-3 തവണ നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ആരി വർക്ക് ചെയ്തെടുക്കുകയാണ്. ഫസ്റ്റത്തെ 2 ലെയർ ഞാൻ ആരി വർക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അത്യാവശ്യം നമ്മൾ ഈ നെക്കൊക്കെ ഹെമ്മിങ് ചെയ്തതുകൊണ്ട് അവിടെ ഒന്ന് കുത്തിയെടുക്കാനായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടാവും കേട്ടോ. എന്നാലും അത്യാവശ്യം കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നമ്മളത് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ അത് ഇങ്ങനെ ഇതാ ഞാൻ ചെയ്തെടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാനിത് ഈ വീഡിയോ കുറച്ച് സ്പീഡായതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. പക്ഷെ എന്നാലും ഇത് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. കുറച്ച് കട്ടിയുള്ള ഭാഗത്തൊക്കെ ആണെങ്കിൽ ഈ ഒരു സൂചി കൊണ്ട് കുത്തിയെടുക്കാനായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടാവും കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ ആ ഒരു ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കി ഭാഗങ്ങളൊക്കെ ചെയ്യാനായിട്ട് വളരെ എളുപ്പമുണ്ടാവും. അപ്പോൾ ഒരു മെഹന്തി ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു ഫസ്റ്റും സെക്കൻഡും ലെയർ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കട്ട് ബീഡ്സ് ഞാൻ ആകെ 2 വെച്ചിട്ടാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഇനി അങ്ങോട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമുണ്ടാവും. കാരണം ആ കട്ടിയുള്ള ഒരു ഭാഗം ഒന്ന് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 ലെയറും ചെയ്തതിന് ശേഷം ഇനി കണ്ടു നോക്കാം കേട്ടോ. ഇത് എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് ഇത് വീണ്ടും കാണിച്ചു തരാത്തത്. അപ്പോൾ ഇതുപോലെ ഞാൻ 2 ലെയർ ആരി വർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം അതേ ത്രെഡ് ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ 4 മടക്കായി കിട്ടും. അതായത് 2 മടക്ക് നമ്മൾ സൂചിയുടെ ഉള്ളിൽ കൂടെ കോർത്തിട്ട് നമ്മൾ എടുക്കില്ലേ, അപ്പം നമുക്ക് 4 മടക്കായിട്ട് കിട്ടും. ആ എൻഡ് ഭാഗത്ത് ഞാൻ ഇതേപോലെ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതായത് ഒരു സ്മാൾ സൈസിലുള്ള ഗോൾഡൻ ബീഡും 2 കട്ട് ബീഡും വെച്ചിട്ട് ഇതുപോലെ, അതായത് ഒരു വി ഷേപ്പിൽ നമ്മളൊരു ലീഫ് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ, ഇതേപോലെ കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. പക്ഷേ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും ചെയ്യും. അപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഗോൾഡൻ ബീഡും കട്ട് ബീഡുമാണ്. നമ്മൾ നേരത്തെ ചെയ്യാൻ ഉപയോഗിച്ച അതേ കട്ട് ബീഡ് തന്നെയാണ് കേട്ടോ ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലൊരു ലീഫ് ഡിസൈൻ ചെയ്തെടുത്തു. അതിനുശേഷം നമ്മളിപ്പോൾ നേരത്തെ വെച്ച് കൊടുത്ത ആ ഒരു സ്മാൾ സൈസിനെയും കാട്ടിയും കുറച്ചുകൂടി ഒരു വലിയ സൈസ്, അതായത് ഒരു മീഡിയം സൈസിലുള്ള ഗോൾഡൻ ബീഡ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിന് ചുറ്റും നമ്മൾ ഈ കട്ട് ബീഡ്സ് കൊണ്ട് തന്നെ ഒരു റൗണ്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മുടെ കട്ട് ബീഡ്സിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ബീഡ്സുകളുടെ എണ്ണം കൂട്ടിക്കൊടുക്കാം. എനിക്കിവിടെ 7 കട്ട് ബീഡ്സ് ആണ് വന്നെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഞാനിത് ചെയ്തതിന് ശേഷമാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് അത്ര ഉറപ്പായിട്ട് എനിക്ക് അറിയില്ല ഞാൻ എത്രണ്ണ ചെയ്തതെന്ന്. അതും കുറേ ആയിട്ടോ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഓർമ്മ കിട്ടണില്ല ഞാൻ എത്രണ്ണമാണ് അത് വെച്ച് കൊടുത്തിട്ടുള്ളതെന്ന്. എങ്കിലും ഒരു 6-7 ഇത്രയും നമുക്ക് ആ ഒരു ഇതിൽ വരുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഇതേപോലെ തന്നെ ഒരു വി ഷേപ്പ് കൂടി ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇനി വീണ്ടും ഈ ഒരു ലീഫിന് നമ്മൾ തിരിച്ച് ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് ഒരു വി ചെയ്യുക, വീണ്ടും ആ ഒരു ഗോൾഡൻ ബീഡ് വെച്ചിട്ട് അതിന് ചുറ്റും ഒരു ഫ്ലവർ ഡിസൈൻ കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഇപ്പുറത്തെ സൈഡിലായിട്ട് താഴോട്ടേക്ക് ആക്കിയിട്ട് വീണ്ടും ഒരു ലീഫ് ചെയ്യുക കേട്ടോ. ഈ ഒരു ഡിസൈൻ മൊത്തം ഇതുപോലെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈൻ തന്നെയാണ്. ആർക്കും ചെയ്യാൻ പറ്റും. ഇപ്പം നേരത്തെ ഞാൻ ആരി വർക്ക് ചെയ്തത് നിങ്ങൾക്ക് ആരി വർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബാക്ക് സ്റ്റിച്ചോ അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റിച്ചോ ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു ഐഡിയ തരുന്നത് ഇങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഡിസൈൻസ് ആഡ് ചെയ്യും, അതേപോലെ തന്നെ കുറയ്ക്കാൻ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാൻ നെക്കിൽ മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ചെയ്ത് വരുമ്പോൾ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ആ ഒരു കളറിൽ ഈ ഒരു മെഹന്തി ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്.
അപ്പോൾ ഈ ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് അവസാനിപ്പിക്കണമെങ്കിൽ അവസാനിപ്പിക്കാം. ഞാൻ പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു ഡിസൈനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ ഡിസൈൻ തന്നെയാണ് നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലായിട്ടും കൊടുക്കുന്നത്. ആ എൻഡിലൊരു വീതിയുള്ള ഒരു ബോർഡറാണ് വരുന്നത്. ആ ബോർഡറിൽ മുകളിലും താഴെയായിട്ട് ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സ്ലീവും നമുക്ക് ഇതേപോലെ തന്നെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സ്ലീവിൽ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നില്ല. കാരണം ഇതേ ഡിസൈൻ തന്നെയാണല്ലോ നമ്മൾ സ്ലീവിലും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോയ്ക്ക് ലെങ്ത് കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡിസൈൻസ് സ്ലീവിൽ കൊടുക്കാമെങ്കിൽ അതും കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നെക്ക് മൊത്തം നമുക്ക് കംപ്ലീറ്റ് ആക്കി കേട്ടോ. ഇനി അതിനുശേഷം ഈ ഒരു ഡിസൈനാണ് ഞാൻ ഇതിൻ്റെ താഴത്തായിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ സെൻറ്റർ ഭാഗത്ത് ഒരു ഗോൾഡൻ ബീഡ് കൊടുത്തിട്ട് അതിലൊരു എന്താ പറയുക ഒരു ഫ്ലവർ ഡിസൈൻ കൊടുത്തില്ലേ, അതിൻ്റെ തൊട്ട് താഴോട്ടാക്കിയിട്ട് ഇതുപോലെ അതേ ഗോൾഡൻ ബീഡും പിന്നെ ഒരു സ്മാൾ സൈസിലുള്ള നമ്മുടെ ഗോൾഡൻ ബീഡും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ബാക്ക് സ്റ്റിച്ചോ റണ്ണിങ് സ്റ്റിച്ചോ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഏത് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ഇതേ ഡിസൈൻ നമ്മുടെ സ്ലീവിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ സ്ലീവിലും കൂടി ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ ഫുൾ ഡിസൈൻ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിൻ്റെ രണ്ട് സൈഡും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിന് ശേഷം കാണുന്ന ഒരു ഔട്ട്ഫിറ്റ് വളരെ നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയൂ അതെങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.